കഴിഞ്ഞ ദിവസം മലയാളികളെല്ലാം അഹങ്കാരത്തോടെ കണ്ട ഒരു കാഴ്ചയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി നമ്മുടെ പ്രിയപ്പെട്ട സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പത്മഭൂഷൺ വാങ്ങുന്ന ഒരു കാഴ്ച. നമ്മൾ വളരെയധികം സന്തോഷത്തോടെയായിരുന്നു അത് കണ്ടത്. ഒരു രാജ്യം അംഗീകരിക്കുകയും അതുപോലെ ആ കലാകാരനെ ഏറ്റെടുക്കുകയും ചെയ്തൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി തന്നെ അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. മമ്മൂട്ടി ഡൽഹിയിൽ എത്തിയത് കുടുംബസമേതമായിരുന്നു. ഭാര്യ സുൽഫത്തും മകൻ ദുൽഖർ സൽമാനും മകൾ കുട്ടി സുറുമിയും മരുമകൾ അമാൽ സൽമാനും അവിടെ ഉണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറാനുള്ള കാരണം എന്നത് മമ്മൂട്ടി വേദിയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ വികാരഭരിതനായിരിക്കുന്ന ദുൽഖറിനെ കണ്ടിട്ട് തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ മമ്മൂട്ടിക്ക് അസുഖമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെയധികം കഷ്ടമുള്ളൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുട്ടി സുർമിയും ഭർത്താവും ദുൽഖറും ഭാര്യയും സുൽഫത്തും എല്ലാം പ്രാർത്ഥിച്ചും അവർ അഘോരാത്രം പ്രവർത്തിച്ചുമാണ് മമ്മൂട്ടിയെ ഈ ഒരു ആരോഗ്യ മേഖലയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം പത്മഭൂഷൺ വരെ വാങ്ങുന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ ഒരുപക്ഷെ അച്ഛനെന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ മകൻ തന്നെ ആയിരിക്കും എന്ന് പറയാം. സുൽഫത്തും കുട്ടി സുറുമിയും കൈകൾ കോർത്തു പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒപ്പിയെടുക്കാൻ വീഡിയോയുമായി നിൽക്കുന്നത് അമാലാണ്. ഈ കുടുംബത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും അമാലിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് തന്നെ പറയാം. പ്രണയവിവാഹമല്ലെങ്കിലും ചെറുതായൊരു പ്രണയവിവാഹമാണ് ദുൽഖറിൻ്റെയും അമാലിൻ്റെയും എന്ന് പൊതുവെ പറയാറുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരകുടുംബം തന്നെയാണ്. അതുപോലെ അമാലിനെയും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയാണ് അമാലിൻ്റെ വാർത്ത. മലയാളികൾക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരു പേഴ്സണൽ ലൈഫ് ലീഡ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമാൽ സൽമാൻ. അമാൽ സൂഫിയ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും വിവാഹത്തിന് ശേഷം അമാൽ സൽമാൻ എന്ന് മാറുകയായിരുന്നു. ദുൽഖർ സൽമാൻ്റെ ഭാര്യ ഒരു ഡിസൈനർ കൂടിയാണ് എന്നും നമുക്ക് നന്നായി അറിയാം. വാപ്പച്ചിയുടെ എല്ലാ സന്തോഷത്തിനും കൂടെ നിൽക്കുന്ന ദുൽഖറിൻ്റെ വലം കൈയായി നിൽക്കുന്നത് അമാൽ തന്നെയാണ്. എപ്പോഴും അമാൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറുമുണ്ട്. ഈ കുടുംബം വളരെ വികാരഭരിതമായി തന്നെ ആ ഒരു നിമിഷത്തെ കാണുമ്പോൾ അമാലിന് അതൊരു വലിയ സന്തോഷ നിമിഷം തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു. അതെല്ലാം ഒപ്പിയെടുക്കാൻ അമാൽ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെ കാണാൻ എത്തിയപ്പോഴും അമാൽ അവിടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നുമുണ്ടായിരുന്നു. ദുൽഖർ വാപ്പച്ചിക്ക് അങ്ങനെ ഒരു അവാർഡ് ലഭിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മൂർധന്യ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. സന്തോഷത്തിന്റെ അങ്ങേയറ്റം എന്ന് തന്നെ നമുക്കതിനെ വിവരിക്കാൻ സാധിക്കുന്നു. അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ എന്തുമാത്രമാണ് അഭിമാനം തോന്നുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു എന്നുകൂടി പ്രേക്ഷകർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.